മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. കുറച്ചു മുമ്പ് അടുക്കളയിൽ വലിയൊരു വഴക്ക് നടന്നിരുന്നു. കറി എല്ലാവർക്കും തുല്യമായിട്ടല്ല വിളമ്പിയത് എന്ന് പറഞ്ഞ് ഷാനവാസും ആദിലയും സാബുമാനും അക്ബറുമൊക്കെ അനുമോളോട് ദേഷ്യപ്പെട്ടിരുന്നു. എല്ലാവരും അനുമോളെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിച്ചിരുന്നത്. കിച്ചൺ ടീമിലെ അംഗങ്ങളായ സാബുമാനും ആദിലയും പോലും അനുമോൾക്ക് എതിരെയാണ് നിന്നത്. എന്നാൽ ഈ സമയത്ത് അനുമോൾക്ക് സപ്പോർട്ടായി വന്നത് അനീഷ് മാത്രമാണ്. അനീഷ് പറയുന്നത് അനുമോൾ ചെയ്തതാണ് ശരി. എല്ലാവരുടെ പ്ലേറ്റിലും ചോറിനേക്കാളും കൂടുതൽ കറി വിളമ്പി വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് കഴിക്കാനുള്ള കറി എല്ലാവരുടെയും പ്ലേറ്റിലുണ്ട്. എന്നിട്ട് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കറിയും കൂടി അതിൽ വിളമ്പണമെന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് ഉള്ളത്? ആരെങ്കിലും രണ്ടാമത് ചോറെടുക്കാൻ വന്നാൽ അനുമോള് അവർക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കറിയാണത്, അല്ലാതെ അനുമോൾക്ക് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കറിയല്ല. പിന്നെ സാബുമാൻ ഇത്രയും ഒച്ചയുണ്ടാക്കുന്നത്, സാബുമാൻ കുറച്ച് ചോറേ കഴിക്കൂ, കൂടുതലും പ്രോട്ടീനാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാബുമാന് പയറ് കൂടുതൽ വേണം. അതിനാണ് ഈ ഒരു ബഹളം ഉണ്ടാക്കുന്നത്, അല്ലാതെ കാര്യമുള്ള കാര്യമൊന്നുമല്ല എന്നാണ് അനീഷ് പറയുന്നത്. അനീഷ് അനുമോൾക്ക് സപ്പോർട്ട് പിടിക്കുന്നത് കൊണ്ട് തന്നെ അനീഷിനോടും ഷാനവാസ് ചൂടാകുന്നുണ്ട്. ഒരു 2 ആഴ്ചയായിട്ട് അനുമോള് എന്ത് ചെയ്താലും അനീഷ അനുമോളെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഉടനെ നൂറ് പറയുന്നുണ്ട്, അനീഷറിനോട് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം, ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സപ്പോർട്ട് ചെയ്ത് താങ്ങായും തണലായും നിൽക്കാതെ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ. ഇതെന്ത് സ്വഭാവമാണ് അനീഷേട്ടൻ്റേത് എന്ന് ആദിലയോട് നൂറയും പറയുന്നു. അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അനുമോളുടെ സങ്കടമെല്ലാം അനീഷിനോടാണ് പറയുന്നത്. പറഞ്ഞു വിട്ടിരുന്നേൽ വീട്ടിൽ പോകായിരുന്നു, സമാധാനം കിട്ടും. ഒരു മനുഷ്യന് വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്, അല്ലാതെ ഭക്ഷണമല്ല. വീട്ടിൽ കഞ്ഞി കുടിച്ചെങ്കിലും കിടക്കാം. ഇവിടെ കുറച്ച് ഭക്ഷണവും കുറച്ച് കറിയും കിട്ടിയിട്ട് ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നൊക്കെ അനുമോള് അനീഷിനോട് പറയുന്നുണ്ട്. അനുമോളെ ആശ്വസിപ്പിച്ച് അനീഷ് സംസാരിക്കുന്നുമുണ്ട്, പോട്ടെ എന്നൊക്കെ പറയുന്നു. പക്ഷേ അനുമോൾക്ക് നല്ല സങ്കടമുണ്ട്, അനുമോള് കരയുന്നുണ്ട്. എന്തായാലും അവസാനം അനുമോളെ കിച്ചൺ ടീമിൽ നിന്ന് തന്നെ മാറ്റിയിരിക്കുകയാണ് നൂറ. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.